ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡും പാലും ഒക്കെ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു 3 പീസ് ബ്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പൊടിച്ചെടുത്ത ബ്രെഡ് ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മതി, ഒരുപാട് അങ്ങോട്ട് കളർ ചേഞ്ച് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇത് ചൂടുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് ഒരിഞ്ഞു പോകും. ഇനി വേറൊരു പാനിലേക്ക് ഞാനൊരു അരക്കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അരക്കപ്പ് മുഴുവനായിട്ടും ഇല്ല, ഏകദേശം അരക്കപ്പോളം. പിന്നെ ഇതൊന്ന് മെൽറ്റായിട്ട് വരണം. കുറച്ചൊന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ആ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കരിഞ്ഞു പോകാതെ ഒന്ന് ഇതുപോലെ ഒന്ന് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് വരും. ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നു കഴിയുമ്പം ഈ ഒരു കളറൊക്കെ മതി. ഇനി കൂടുതൽ കളറൊന്നും ആവണ്ട. നമുക്കൊന്ന് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ചൂടുള്ള പാലാണ്. ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് കട്ടയായിട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല, ഇതുപോലെ പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് വന്നോളും. ഈ പഞ്ചസാര കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂട് പാൽ ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബ്രെഡിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഇളക്കി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അതൊരു 1/4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് കട്ടിയായിട്ട് വരുന്ന ഈ ഒരു പരുവത്തിലാക്കിയെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്കൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാവുന്നതാണ്, സ്റ്റീൽ പാത്രമൊക്കെ എടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഒരു തവി വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ടൈറ്റായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ച് സെറ്റാക്കി എടുക്കാം. ഇപ്പം ഞാൻ 1 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ട്രേയിൽ നിന്നും പുറത്തേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഇനി കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാതെ വേണമെങ്കിൽ ഇത് റൗണ്ടായിട്ട് ലഡുവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ വേണമെങ്കിൽ ബോൾസ് ആക്കിയിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.